തകർന്നു തരിപ്പണമായ റോഡുകളും പാലങ്ങളും ഓട്ടോറിക്ഷയിൽ പോയാൽ നടുകൂടിയും. കടുത്തുരുത്തിയിലെങ്ങും ചർച്ച വികസനമില്ലായ്മ മാത്രം. മോൻസിന് കടുത്തുരുത്തിയിൽ ഇക്കുറി അടിപതറുമോ? മണ്ഡലത്തിലാകെ തകർന്നു കിടക്കുന്ന റോഡുകളും പാലങ്ങളും 20 വർഷമെടുത്തിട്ടും പൂർത്തിയാകാത്ത കടുത്തുരുത്തി ബൈപ്പാസ്, പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട പദ്ധതികൾ ഒട്ടനവധി. ഇത്തവണ കടുത്തുരുത്തിയിലെ പ്രധാന ചർച്ചാ വിഷയം വികസനമില്ലായ്മ തന്നെയാണ്. വൈക്കം താലൂക്കിൽ ഉൾപ്പെടുന്ന കടുത്തുരുത്തി, മാഞ്ഞൂർ, മുളക്കുളം, ഞീഴൂർ എന്നീ പഞ്ചായത്തുകളും മീനച്ചിൽ താലൂക്കിൽ ഉൾപ്പെടുന്ന കടപ്ലാമറ്റം, കാണക്കാരി, കിടങ്ങൂർ, കുറവിലങ്ങാട്, മരങ്ങാട്ടുപിള്ളി, ഉഴവൂർ, വെളിയന്നൂർ എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് കടുത്തുരുത്തി നിയമസഭാ മണ്ഡലം. 2006 മുതൽ കേരള കോൺഗ്രസിന്റെ മോൻസ് ജോസഫാണ് ഈ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. ഇത്രയും കാലം തുടർച്ചയായി ഒരാളെ MLA ആയി തിരഞ്ഞെടുത്തിട്ടും കടുത്തുരുത്തി ഇന്നും വികസനത്തിന്റെ കാര്യത്തിൽ ഏറെ പിന്നിലാണ്. തകർന്നു കിടക്കുന്ന റോഡിൽ വാഹനങ്ങളിൽ നിന്ന് വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ്. പല റോഡിലെയും കുണ്ടിലും കുഴിയിലും ചാടിയാണ് മോൻസിന്റെ പ്രചാരണ വാഹനം കടന്നു പോകുന്നത്. സ്വന്തം വാഹനത്തിൽ സ്ഥാനാർത്ഥിയെ അനുഗമിക്കുന്ന പാർട്ടി പ്രവർത്തകരിൽ പലരും പാതി വഴിയിൽ പര്യടനം അവസാനിപ്പിച്ച് മുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞാൽ മോൻസ് മുങ്ങും, വണ്ടിക്ക് കേടുപാടുണ്ടായ നഷ്ടം ഞങ്ങൾ തന്നെ വഹിക്കേണ്ട എന്നാണ് ഒരു പ്രവർത്തകൻ ഞങ്ങളുടെ ലേഖകനോട് പറഞ്ഞത്. മണ്ഡലത്തിലെ ഒട്ടുമിക്ക പാലങ്ങളും അപകടാവസ്ഥയിലാണ്. അപ്പഞ്ചിറ പാലം, മുട്ടുചിറ പാലം, ഞീഴൂർ കടുത്തുരുത്തി റോഡിലെ പൂവക്കോട് പാലം, മുട്ടുചിറ വാലാച്ചിറ റോഡ്, അറുന്നൂറ്റിമംഗലം ഞീഴൂർ റോഡ് എന്നിങ്ങനെ തകർന്നു കിടക്കുന്ന റോഡുകളുടെയും പാലങ്ങളുടെയും ഒരു നീണ്ട പട്ടിക തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മണ്ഡലത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും സമാനമായ അവസ്ഥ തന്നെയാണ്. കടുത്തുരുത്തിയിലൂടെ ഓട്ടോറിക്ഷയിൽ പോയാൽ നടുകൂടിയുമെന്നും ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാൻ വണ്ടിക്കാർ തയ്യാറല്ല എന്നുമാണ് നാട്ടുകാരുടെ പരാതി. അത്രയ്ക്കും മോശമാണ് പല റോഡുകളുടെയും അവസ്ഥയെന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുൻപ് പലപ്പോഴും MLA മണ്ഡലത്തിലെങ്ങും കണ്ടുകിട്ടാനുണ്ടായിരുന്നില്ല. വർഷം 2-3 വിദേശയാത്രകൾ നടത്തുന്നുണ്ടെങ്കിലും അത് എന്തിനാണെന്നുള്ളത് ഇന്നും ദുരൂഹമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്.